മോർണിംഗ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ പ്രദേശിലെ റോയിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നലെ ഞാൻ കാണാൻ വന്നത് ടീനാമീന എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റിനെയാണ്. അവരാണ് റോയിങ്ങിലുള്ളത്. അവരുടെ കോൺടാക്റ്റ് എനിക്ക് വഴിക്ക് വെച്ച് തന്നെ അവിചാരിതമായിട്ട് കിട്ടിയതാണ്. ഷീ ഈസ് ദ ഫസ്റ്റ് നോർത്ത് ഈസ്റ്റേൺ ആൻഡ് അരുണാചലി ഗേൾ ടു ക്ലൈംബ് ദ മൗണ്ട് എവറസ്റ്റ്. സോ അപ്പം അവരുടെ കൂടെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തു, ഒത്തിരി കഥകൾ പറഞ്ഞു. കഥകളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു റോയിങ്ങിലുള്ള. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് കാണാനാണ്. അപ്പോൾ ഇന്ന് ഡേ 22 ദിവസമായി ഓൺ റോഡ് ടു അപ്പോൾ 5500 സംതിങ് കിലോമീറ്റേഴ്സ് കവർ ചെയ്തതാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പ്രദേശമാണ്. അവരെനിക്ക് അക്കോമഡേഷൻ തന്നു. അവരെനിക്കോട് പറഞ്ഞു ഇവിടെ ഒരു റൂം കാലിയുണ്ട്, ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഇവിടുത്തെ സൺറൈസും സൺസെറ്റും ഒക്കെ സെറ്റപ്പാണ്. വളരെ അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ഇവിടെ നല്ലൊരു നൈറ്റ് സ്പെൻഡ് ചെയ്തു. നല്ല ഫ്രഷായിട്ട് നമുക്ക് ശിവസാഗർ വഴിക്കാണ് പോകുന്നത്. ശിവസാഗറിലേക്ക് തിൻസുക്കിയ പോകണം, ദിഗ്ബോയ് പോകണം. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ ബ്രിഡ്ജ്, രണ്ടാമത്തെ ദിഗ്ബോയ്. ഇന്ത്യയിലെ ഫസ്റ്റ് ഓയിൽ വെല്ല് ഡിഗ് ചെയ്തത് ദിഗ്ബോയ് ആണ്. അപ്പം ഓയിൽ ഫീൽഡും ഞാനുമായിട്ട് വളരെ ബന്ധമുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് തന്നെ ഓയിൽ ഫീൽഡാണ്. ഞാൻ ആസാമിൽ വർക്ക് ചെയ്തിരുന്നു. എങ്കിലും ഈ ഓയിൽ ഫീൽഡ് വിസിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ശിവസാഗർ വഴി ദിമാപൂരാണ് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ. ഇന്നെത്തിയാലും നാളെത്തിയാലും ഓക്കെ. അപ്പോൾ ഞാൻ പ്ലേസ് കാണിക്കാം. സദിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പം ജസ്റ്റ് ഒരു ചെറിയ ടൗണോട് ചായ കുടിക്കാൻ നിർത്തിയതാണ്. അന്നേരം ഇതൊരു പ്രോട്ടിദിൻ ടൈം, ആസാമിൻ്റെ പ്രോട്ടിദിൻ ടൈമിൻ്റെ റിപ്പോർട്ടറാണ്. അപ്പോൾ പുള്ളി എനിക്ക് ചെറിയൊരു ഇൻ്റർവ്യൂ ഒക്കെ തന്ന് നമ്മുടെ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആൾക്കാരാണ് ഇവിടുത്തെ. ഇന്നലെ പോലത്തെ അല്ല, ഒത്തിരി വർത്തമാനം പറയുന്ന എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നോർത്ത് ഈസ്റ്റ് നിങ്ങൾ കാണേണ്ട സ്ഥലമാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന വെൽക്കം. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ബഹുത് പ്യാര ആദ്മി ലോകം ബഹുത്. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഡോക്ടർ ഭൂപൻ ഹസരിക സേതു, ഇന്ത്യാസ് ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ്. 9.5 കിലോമീറ്റർ, 9.15 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. വളഞ്ഞൊരു ബ്രിഡ്ജാണ്. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ബ്രിഡ്ജ്. നിങ്ങൾ കണ്ടല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിഗ്ബോയ് മ്യൂസിയത്തിൻ്റെ ഔട്ട് സൈഡാണ്. നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നില്ലേ? ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെ വരുന്നതെന്ന് വല്ല അറിയാമോ? ഇതെന്താണ്, എവിടെ നിന്നാണ്? കോടാനുകൂടി വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഡൈനോസറും കാര്യങ്ങളും അവിടുത്തെ കടലിലെ മൃഗങ്ങളും എല്ലാവരും കൂടെ ചത്തടിഞ്ഞ് മണ്ണിനടിയിൽ പിന്നെ വളരെയധികം സെഡിമെൻറ്റേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയി 2 ലെയറിൻ്റെ നടുവിൽ ഈ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് ട്രാപ്പായിട്ട് കാലങ്ങളോളം പഴകിയാണ് ഈ ഓയിലുണ്ടാകുന്നത്. ഇത് പുറത്തെടുക്കാനും കുഴിക്കാനൊക്കെ വളരെ വലിയ പ്രോസസ്സ് ആവശ്യമുണ്ട്. അപ്പം ആദ്യം തന്നെ സർവേ ആയിട്ട് നടത്തും. സീസ്മോഗ്രാഫ് വെച്ചിട്ട് സർവേ നടത്തി അവിടെ ഓയിലുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്യും. അതിന് എക്സ്പ്ലോറേഷൻ വലിയ പിന്നെ ഫസ്റ്റ് ഡിഗ് ചെയ്യും.
റിഗ് വെച്ചിട്ട് നമ്മൾ ഡ്രിൽ ചെയ്ത് പ്രൊഡക്ഷൻ എടുത്ത് പിന്നെ അതിനെ റിഫൈൻ ചെയ്ത് ആണ് നമുക്ക് പെട്രോളും ഡീസലും ഒക്കെ കിട്ടുന്നത്. അപ്പം ഇന്ത്യയിലെ ഫസ്റ്റ് ഓയിൽ വെല്ല്, കൊമേഴ്ഷ്യൽ ഓയിൽ വെല്ല് ഇവിടെയാണ് ഡിഗ് ചെയ്തത്. ഇതാണ് ആ സൈറ്റ്. ഇങ്ങനെ ഇരിക്കും, ഏകദേശം ഇങ്ങനെ തന്നെ ഇരിക്കും ഒരു ഓയിൽ വെല്ലെന്ന് പറഞ്ഞാൽ. ഇത് ചെറിയൊരു ഓയിൽ വെല്ലെല്ലാം റിഗും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ്. ഏകദേശം ഇങ്ങനെ തന്നെയാണ് റിഗൊക്കെ. നിങ്ങൾ ജസ്റ്റ് റിഗൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് ഫസ്റ്റ് ഓയിൽ വെൽ. ഓയിൽ ഫീൽഡും ഞാനുമായിട്ടുള്ള ബന്ധം ഇതാണ്. ഓയിൽ ഫീൽഡിൽ ഞാനിപ്പോൾ 7 വർഷം ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇന്ത്യയിലും പുറത്തും ഒക്കെ കാര്യങ്ങൾ എവിടെ ഓയിലുണ്ടോ അവിടെ എല്ലാം നമ്മൾ പോകും. അപ്പോൾ ഓയിൽ ഫീൽഡ് ഇവിടെ ഞാൻ വന്നിട്ട് ഈ മ്യൂസിയം ഞാൻ കണ്ടിട്ട്, ഞാൻ ആസാം വന്നിട്ടുണ്ടോ ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വരെ വന്നു കഴിഞ്ഞിട്ട് ഈ മ്യൂസിയം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഞാൻ ആദ്യമേ തന്നെ എനിക്കൊരു പ്രശ്നം ഇതുണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇവിടെ കയറ്റുമോ ഇല്ലയോ, എന്താണ് പരിപാടിയൊന്നും, ഇവിടുത്തെ കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം ഇതാണ് മ്യൂസിയത്തിനകത്ത് തന്നെയാണ് ഫസ്റ്റ് ഓയിൽ ഫീൽഡ്. ആർക്കും ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. മ്യൂസിയം നിങ്ങൾ കണ്ടിരിക്കേണ്ട സംഭവമാണ്. പണ്ട് കാലങ്ങളിലുള്ള എങ്ങനെയാണ് ഓയിൽ ഫീൽഡ്. ഇപ്പം ഞങ്ങൾ എന്തായെന്ന് വെച്ചാൽ ഞങ്ങളുടെ വലിയ വലിയ എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്രെയിനിൽ കയറ്റി ഞങ്ങൾ വലിയ ട്രക്കിലൊക്കെ ആക്കി ഇവിടെയാണ്. ഇപ്പം നമുക്കറിയാമല്ലോ ആസാമിലും ഈ നോർത്ത് ഈസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് ഏരിയയിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന്. നമ്മൾ തന്നെ ഇപ്പോൾ കഷ്ടപ്പെട്ടാണോ, എപ്പോൾ ഫ്ലഡ് വരും, ഇപ്പോൾ തന്നെ വഴിയില്ല, റോയിങ് മുതൽ പാസിക്കട്ട് വരെ വഴി പോലും ഇല്ല. അപ്പോൾ നമ്മൾ പ്ലാൻ വരെ മാറ്റണമെന്ന്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഇവർ ഈ ഓയിൽ ഫീൽഡും കാര്യങ്ങളൊക്കെ ഈ ഓയിൽ ഫീൽഡിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർ സെറ്റപ്പാക്കി കൊണ്ടുപോകുന്നതെന്ന് തന്നെ ഭയങ്കര ഒരു ഇതാണ്. ആനയൊക്കെയാണ് അവിടുത്തെ ക്രെയിന്, എംപ്ലോയി ആണ് ആന. ടാങ്കൊക്കെ മൂവ് ചെയ്യുന്ന, ഒരു വലിയ ടാങ്കൊക്കെ മൂവ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ കൊണ്ടുള്ളിൽ. പഴയ കാലത്തെ ഗോൾഫ് ക്ലബ്ബ്, ഗോൾഫ് കാര്യങ്ങൾ പണ്ട് കാലത്തെ ബ്രിട്ടീഷുകാരുടെ ആണ് ഇവർ കണ്ടുപിടിച്ചത്. അപ്പം ഈ ഓയിൽ ഫീൽഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണല്ലോ വന്നത്. അപ്പോൾ അവർ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് അവർ ഭയങ്കരമായിട്ട് ഫസ്റ്റ് ഓയിൽ ഫീൽഡ് 1866 കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര ഒരു ഹിസ്റ്ററി പറയാനുള്ള മ്യൂസിയം തന്നെയാണിത്. നിങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ നിങ്ങൾ പെട്രോൾ അടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ എവിടുന്ന് വരുന്നതെന്ന് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഈ ചിന്തതേ സായിപ്പ് മദാമേ. ഹായ് മദാമേ. കാരണം ആസാം ഓയിലാണ് ഭയങ്കരമായിട്ട് ഈ നാഗാലാൻഡിൽ വരെ ഫസ്റ്റ് ഡ്രിൽ ചെയ്ത് ആസാം ഓയിലാണ്. പഴയ ഫോർഡ് മോഡൽ ടി ആണെന്ന് തോന്നല്ലേ, മോഡൽ ടി കാറ്. ഇതൊക്കെ കാണുന്നത് വെറുതി മോട്ടോർ വർക്ക്സ് മാർഗരീറ്റ KLP 580 അതാണ് നമ്പർ. അപ്പോൾ നമ്മൾ മ്യൂസിയം കഴിഞ്ഞു. ഇനി നമ്മൾ പോവാണ് ഇവിടുന്ന് നേരെ. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് ആസാമിൽ മൊറാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതേ ന്യൂ മഹാരാജ് 4 ദിവസം മുന്നേ വന്ന അതേ ന്യൂ മഹാരാജ് ഹോട്ടൽ. ഇവിടുന്ന് ഇപ്പോൾ 2 ചായയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കുകയാണ് ഇപ്പോൾ. ആ പുള്ളിക്കാരൻ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ തപ്പിയിട്ടുണ്ട്. കേശവദാ, ഇതാണ് നമ്മുടെ ചേട്ടന്മാർ. നമ്മുടെ ബീഹാറിലെ ഒരു ചേട്ടനാണ് പുള്ളിക്കാരൻ. നമുക്ക് മീട്ടപ്പാനാണ്, അത് ഫ്രീ മീട്ടപ്പ്. ഇതാണ് സൗഹൃദം, ഇതാണ് ആസാമിലെ വെൽക്കം. ഇതാണ് ആസാമിലെ സ്പെഷ്യൽ മീട്ടപ്പാൻ. ഒരു പാൻ കഴിഞ്ഞ് ചേട്ടാ നമുക്ക് ഇന്നൊരു പാന് തരാൻ പോവാണ്. ആസാമിലെ മീട്ടപ്പാൻ. ഇതാണ് നമ്മളെ ഹോട്ടലിലെ ചായ തന്നെയാണ്. ഇതാണ് നമ്മുടെ വേറൊരു പാൻ. അത് പോയി എൻജോയ് യുവർ പോലെ അടുത്ത പാന. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് കൊടുത്തത്. മൊറാനിലാണ്. മൊറാൻ ശിവസാഗറിൽ 40 കിലോമീറ്ററുണ്ട്. ശിവസാഗർ ഡിസ്ട്രിക്റ്റിൽ മൊറാനാണ് സ്ഥലം. ഇവിടുന്ന് ദിബ്രുഗഡിലേക്ക് 40 കിലോമീറ്ററാണ്, ശിവസാഗറിലേക്ക് 40 കിലോമീറ്ററാണ്. ഞാനേ ഹോട്ടലിൽ വന്നായിരുന്നേ, ശിവസാഗറിലെത്തി. ഡ്രസ്സ് അലക്കാനൊക്കെ പറ്റി ആലോചിച്ചിരിക്കുന്നു. അലക്കണം. ഓ, ഒരു 10 ഡ്രസ് കൂടെ അലക്കിയാൽ പിന്നെ ഈ ട്രിപ്പിലലക്കണം. ഒരു 10 സോക്സ് കൂടെ അലക്കിയാലേ പിന്നെ ഈ ട്രിപ്പിലലക്കണം.
അപ്പോൾ അലക്കും കുളിയും നനയൊക്കെ കഴിഞ്ഞു എല്ലാം ഉണങ്ങാൻ വേണ്ടി വിരിച്ചിട്ടുണ്ട് അവരവരൊക്കെ മതി. ഇപ്പോൾ സമയം ഏകദേശം 7:30 ഞാനിപ്പോൾ ശിവസാഗറിലാണുള്ളത്. ശിവസാഗറിലെ എൻ്റെ ബിസിനസ് എന്താണെന്ന് എനിക്കറിയാലോ, മെമ്മറീസ് പുതുക്കൽ. അത് തന്നെ മെമ്മറീസ് പുതുക്കൽ. എൻ്റെ ടോർച്ചിൻ്റെ ബാറ്ററി തീർന്നു, ചിലപ്പോൾ ഒന്ന് വാങ്ങണം, പുറത്ത് പോകണം, നോക്കട്ടെ. പിന്നെ ഇന്നത്തെ സംഭവകാശങ്ങൾ ഞാൻ റോയിങ്ങിൽ ടീനാമീനാൻ്റെ സ്നേഹത്തിൽ തുടങ്ങി. അവിടെ നിന്ന് വന്ന് നമ്മുടെ ലോങ്സ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ അത് കണ്ടു. അതിന് മുന്നേ തന്നെ പ്രഗതി ന്യൂ ടൈംസിൻ്റെ ചെറിയൊരു ഇൻ്റർവ്യൂ പോലെ. അത് കഴിഞ്ഞിട്ട് ആസാമുകാരുടെ സ്നേഹം ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു വെരി വെൽക്കമാണ് ആസാമിൽ എനിക്ക് കിട്ടിയത്. ഭയങ്കര സെറ്റപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ചായ കുടിക്കാൻ നിർത്തി വന്ന ആൾക്കാരെല്ലാം ഭയങ്കര ഒരു കൂട്ടം കൂടി ഭയങ്കര സ്നേഹത്തിൽ വർത്താനം. നമ്മളവരോട് സ്നേഹം വർത്താനം എന്താണ് ഏതാണ് ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവരോട് എന്താണ് ഏതാണ് ആരാണ് എങ്ങനെയാണ് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് നന്നായിട്ട് തന്നെ വർത്താനം പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നമ്മൾ ചായക്കട വന്നു. ചായക്കട അതിന് മുന്നേ ചായ മറ്റേ ടി എസ്റ്റേറ്റിൻ്റെ ആസാമിലെ ടി എസ്റ്റേറ്റിൻ്റെ മനോഹരമായ റൈഡ്. ഡിഗ്ബോയിലെ ഫസ്റ്റ് ഓയിൽ വെല്ലുണ്ട്. ഓയിൽ ഫില്ല് ഞാൻ ഹോട്ടൽ ബന്ധം പറഞ്ഞു, ഓയിൽ ഫില്ല് ഹോട്ടൽ ബന്ധം പറഞ്ഞു. അതിനുശേഷം ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു. ചായക്കടയിൽ ചായ കുടിച്ച് ഫ്രീ ആയിട്ട് അത് രണ്ടുപേരും കുടിക്കുന്നു, ഞാൻ കുടിപ്പിക്കുമായിരുന്നു. പിന്നെ അത് മീട്ടപ്പാൻ മീട്ടപ്പാൻ ബാക്കിയുണ്ടത് കഴിക്കുന്നു. അതിനുശേഷം ഞാൻ വന്നു നമ്മുടെ ഇവിടെ ശിവസാഗറിൽ വന്നു. ഞാനത് ഹോട്ടലിൽ മാറ്റി പിടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം രാജ് പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു, ഇപ്രാവശ്യം ശിവ പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് സ്കൈ ഷെഫ് റെസ്റ്റോറൻറ്റ്. സ്കൈ ഷെഫ് റെസ്റ്റോറൻറ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പഴയതൊക്കെ കാണേണ്ടവരും. ഇത് കണ്ടിന്യൂസ് ആണ് റൈഡ്, കാര്യങ്ങൾ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ വന്നിട്ട് സംഭവങ്ങളെല്ലാം അല്ലെങ്കിൽ സെറ്റപ്പാക്കി വീട്ടിലേക്കൊക്കെ ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞ് എല്ലാം സെറ്റപ്പാക്കി. സമയമില്ല, അതാണ് മെയിൻ പ്രശ്നം. പെട്ടെന്ന് തന്നെ ഉറങ്ങണം. രാവിലെ തന്നെ 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് 4 മണി 4:30 വിടണം. അപ്പോഴാണ് ദിമാപൂർ. 4 നമ്മൾ 4:30 പിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ 1771 കിലോമീറ്റർ, 1770 കിലോമീറ്റർ കഴിഞ്ഞു. 22 ദിവസം കഴിഞ്ഞു. 21 ദിവസമാണ് വീട്ടിലേക്ക് വിളിച്ചത്. എന്നാ വരുന്നതെന്നൊക്കെ അനിയത്തി ചോദിക്കുന്നുണ്ട്. അസമിലെ റോഡ് ദുലൈജാൻ മുതൽ നമ്മൾ തിൻസുക്കിൽ നിന്ന് ദിഗ്ബോയിൽ നിന്ന് ദുലൈജാൻ വന്നു. ദുലൈജാൻ നിന്ന് മൊറാൻഹട്ട് റോഡ് പിടിച്ചു. മൊറാന നമ്മുടെ ചായക്കട പോയി. മൊറാന എന്ന് പറഞ്ഞാൽ ശിവസാഗർ 40 കിലോമീറ്റർ റോഡ്. അപ്പോൾ ദിബ്രുഗഡ് കൂടാണ്ട് നമ്മൾ വേറൊരു വഴിക്കാണ് ഇന്ന് വന്നത്. തിരിച്ചു പോയ വഴിയിലാണ് കറങ്ങിയ വഴിക്ക്. അപ്പോൾ ചെറിയൊരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല റോഡായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ചെറിയ ഹമ്പൊന്നും കാണത്തില്ല. ഹമ്പ് നമ്മൾ അടുത്തില്ലുമ്പോഴതിന് ഹമ്പ് കെട്ടിച്ചടി പറന്നടിച്ച് നിലത്ത് വീണ്. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ കാലിങ്ങനെ നീട്ടി ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. അപ്പോൾ മുന്നിൽ ഹമ്പ്. പിന്നെ എന്ത് ചെയ്യാനാ, ബാലൻസ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ പോകുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ വെച്ചാൽ മട്ടം കൊണ്ടുവന്ന് അങ്ങനെ രസമാണ്. ഇനി ഫുള്ള് സെറ്റപ്പാണ്. ഇനി നമുക്ക് നാഗാലാൻഡ് ബാക്കിയുണ്ട്, മിസോറാം ബാക്കിയുണ്ട്, മണിപ്പൂർ ബാക്കിയുണ്ട്, ത്രിപുര ബാക്കിയുണ്ട്, മേഘാലയ ബാക്കിയുണ്ട്, സിക്കിം ബാക്കിയുണ്ട്, ഉത്തരാഖണ്ഡ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത റൈഡുമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെറിയൊരു മേലുവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചെറുതായിട്ട് റിലാക്സ് ചെയ്തിങ്ങനെ ഇരിക്കുന്നത്. ചെറിയൊരു നടുവേദന, ആമ്പൊക്കെ ചടിച്ചടിച്ചായിരുന്നു. ചെറിയ കട്ടർ വരുമ്പോൾ ചെറിയ പ്രശ്നം. അപ്പോൾ എന്നാലും നാളെ റോഡിൽ കാണാം. ഗുഡ് നൈറ്റ് സുലാൻ. ഞാൻ സ്വിച്ച് ഓഫ് ആകാൻ പോവല്ല, ഭക്ഷണം കഴിച്ചിട്ട് സ്വിച്ച് ഓഫ് ആവാം. ഓക്കെ, സീ ഓൺ ദ റോഡ്.